ആസ്താം താവതീയം പ്രസൂതി സമയേ ദുർവാരശൂലാവ്യത നൈരുജ്യം തനുശോഷണം മലമയീ ശയ്യാച്ച സാംവത്സരി ഏകസ്യാപി ഗർഭഭാരഭരണ ക്ലേശസ്യേസ്യ ക്ഷമോ ദാതും നിഷ്കൃതി മുന്നതോപിതനയ തസ്യൈ ജനന്യേ നമഃ. ഇതിന്റെ മീനിങ് എന്താ? ആസ്താം താപതീയം പ്രസൂതി സമയേ, എന്താണ് അമ്മയുടെ അടുത്ത് പറയാണ്, പ്രസൂതി സമയത്ത്, പ്രസവത്തിന്റെ സമയത്ത് ഉണ്ടാവുന്ന അമ്മയ്ക്കുണ്ടാവുന്ന ദുർവാരശൂല എല്ലാ വ്യഥകളും ഞാൻ അറിയുന്നുണ്ട്. എനിക്കത് പിന്നെ പറയണ നൈരുജ്യം തന്നെ. അപ്പൊ എന്താണ്, ഗർഭകാലത്തിൽ തന്നെ ഭക്ഷണം കഴിക്കാൻ നൈരുജ്യം രുചി ഉണ്ടാവില്ല ഭക്ഷണത്തിന്. അപ്പൊ തനുശോഷണം. അപ്പൊ എന്തായാലും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോ എന്താ ഉണ്ടാവുക, ശരീരം വീക്കാവും. ശോഷണം എന്ന് പറഞ്ഞാൽ വീക്കാ, തനു പറഞ്ഞ ശരീരം. അപ്പൊ ശരീരം വീക്കാവും, അങ്ങനെ വീഴും. മലമയീ ശയ്യാച്ച സാംവത്സരി, എത്രയോ സംവത്സരം പറഞ്ഞാൽ എത്രയോ കുട്ടിക്കാലത്ത് നമ്മളൊന്നും ചെയ്യാൻ പറ്റാത്ത കുട്ടികളായിട്ടിരിക്കുമ്പോ നമ്മള് മലമൂത്ര വിസർജനം കിടക്കല് തമാരുടെ ഡയപ്പറൊന്നും ഇല്ലല്ലോ കെട്ടാനൊന്നും. അപ്പൊ അതിന്റെ അപ്പുറത്ത് ആരാ കിടക്കുക, അമ്മയെ കിടക്കും. അപ്പൊ അമ്മയുടെ മേത്തും ഈ മൂത്രവും മലൊക്കെ ആകും. അപ്പൊ അമ്മയും അതിൽ തന്നെയാ കിടക്കണേന്ന്. ശയ്യാച്ച സംവത്സരി ഏകസ്യാഭിന ഗർഭഭാരഭരണ, ഇങ്ങനെ അനുഭവിക്കുന്ന ഈ ഗർഭകാലത്തിലുള്ളതും അതിനുശേഷമുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ക്ലേശസ്യ യസ്യ ക്ഷമോ, ഞാൻ മുഖാന്തരം ഉണ്ടാക്കിയിട്ടുള്ള എല്ലാ ക്ലേശങ്ങളും അമ്മയെ ക്ഷമിക്കണേ. പിന്നെ ധാതും നിഷ്കൃതി മുന്നതോപി തനയ തസ്യൈ ജനനെ, എനിക്ക് ധാതും ഒന്നും അതിന് വേർപെട്ട് അതിന് പകരമായിട്ട് ഒന്നും തന്നെ ഞാൻ എത്ര തന്നാലും മതിയാവില്ല. എനിക്ക് ജന്മം തന്നു തന്നെ ഏറ്റവും വലിയ പുണ്യം അമ്മയുടെ. അത് അങ്ങനെ ആ അമ്മയുടെ, എനിക്ക് ഈ അമ്മയെ കിട്ടിയതും എന്റെ പുണ്യം. അത് ഇതാരാ എഴുതിയ? ഇത് മാതൃസ്തവം എന്നാണ് ശങ്കരാചാര്യര് എഴുതിയതാണ്. അത് എന്താണ്, അമ്മയെ കുറിച്ചിട്ട് എഴുതിയിട്ടുള്ള ശ്ലോകം.